റാഗിങ്ങിന്റെ പേരിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. പരിക്കേറ്റ വിദ്യാർത്ഥിയെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താനൂർ കാട്ടിലങ്ങാടി ഗവൺമെന്റ് സ്കൂളിലെ +1 വിദ്യാർത്ഥി ആദിലിനാണ് മർദ്ദനമേറ്റത്. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. ഷർട്ടിന്റെ ബട്ടൺ ഇടാത്തതിന്റെ പേരിലാണ് റാഗിംഗ് നടത്തിയതെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. The complete family wedding, Lumika Wedding, Calicut Road, Chammad. Opening soon. Fancy and footwear. താനൂർ കാട്ടിലങ്ങാടി ഗവൺമെന്റ് സ്കൂളിൽ വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. ഷർട്ടിന്റെ ബട്ടൺ ഇടാത്തതിന്റെ പേരിൽ +1 വിദ്യാർത്ഥിയായ ആദിലിനെ +2 വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു. വൈകുന്നേരം ടൈമിൽ ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയപ്പോൾ എന്നെ +2 സീനിയേഴ്സ് എന്നെ അടിച്ച്, എന്നെ തലക്ക് കുത്തി, തല മൊയിച്ച്, മോന്തക്ക് കുറേ അടിച്ച്, വയറിന് കുറേ കുത്തി, വയറ് ഇവിടെ വേദനയായിട്ട് ഇപ്പോൾ പോവാണ്. അല്ല, മുൻവരെ വന്നു. ഞാനൊക്കെ ആദ്യമായിട്ട് അവരെ കാണുന്നത് തന്നെ. അത് ഞാൻ സ്കൂൾക്ക് കയറിയ പാടെ തന്നെ ടോയ്ലറ്റ് പോയപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ പുറത്തുണ്ടായിരുന്നു. ഞാൻ മാത്രം ഉള്ളിൽ, ഒപ്പമുള്ളവരെ അടിച്ചിരിക്കുന്നു പുറത്തുനിന്ന്. പക്ഷെ ഞാൻ ഉള്ളിലായതുകൊണ്ട് ഇന്നെ ആരും കാണൂല. പിന്നെ ഉള്ളിൽ നല്ലിട്ട് അടിച്ചും ചെയ്ത് വയറിന് നല്ല കുത്തി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ബട്ടയിടാത്തതിനാണ് ഇന്നെ അടിച്ചത്. ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റും അധികാരികളും ഇതിനെതിരെ വേണ്ട നടപടിയെടുക്കണമെന്നും ഇനി ഒരു കുട്ടിയെയും റാഗിംഗ് ചെയ്യാൻ അവസരമൊരുക്കരുതെന്നും ബന്ധുക്കൾ പറഞ്ഞു. ബാത്റൂമിൽ കയറിയിട്ട് ഒരു ബട്ടൺസ് ഇട്ടിട്ടില്ല എന്നും പറഞ്ഞ് ഇവനെ വളരെ ക്രൂരമായി തല്ലി. അതായത് അവൻ്റെ മുഖത്തടിച്ച്, വയറിന് കുത്തി, മോതിരം വെച്ച് നെറ്റി മുഴച്ച്, നെറ്റിയൊക്കെ വളരെ വലുതായി തന്നെ വീഴ്ത്തി. അവനെ ഭയങ്കര പ്രയാസം, സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ വന്നപ്പോൾ നീ മെഡിക്കൽ കോളേജിൽ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വയറിൻ്റെ സ്കാനിങ് ഇവിടെ എടുക്കാൻ ഇല്ലാത്ത കാരണം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലാണ്. ഇനിയൊരു കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. കാരണം ഈ മക്കളെ എങ്ങനെ തല്ലുക എന്ന് പറഞ്ഞാൽ ഈ മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇതിനൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല. ഇതിന് ശക്തമായി ഞങ്ങൾ എതിരായി നിൽക്കും. കാരണം ഇനിയൊരു കുട്ടികൾക്ക് ഇത് ഇങ്ങനെ തല്ലലും കുത്തലും പാടില്ല. ഈ റാഗിങ് സിസ്റ്റങ്ങളൊക്കെ എല്ലായിടത്തും എടുത്തു പോയതാണ്. എന്നിട്ടും വീണ്ടും ഈ മക്കൾ മർദ്ദനവല് ഇതിന് ഇരയായി മാറുകയാണ്. ബന്ധുക്കൾ താനൂർ പോലീസിൽ പരാതി നൽകി.